നമ്മുടെ മാനസികയും ചാതിനെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കാന്ന് നമ്മള് ചെറുപ്പത്തിലെ തീരുമാനത്തല്ലേ? എന്നാ പിന്നെ നിങ്ങൾ ആലോചിച്ചാലോ? അതൊക്കെ നടത്താൻ ചേട്ടാ. ചേട്ടാ മോളുടെ കല്യാണൊക്കെ ഗംഭീരാക്കാന്നേ. നമ്മുടെ പയ്യനെന്താ ജോലി? അവൻ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേ? മാസം 2 ലക്ഷം രൂപ ശമ്പളം. കല്യാണം കഴിഞ്ഞ മോളും മരുമോനും അമേരിക്കയിലേക്ക്. ഓ മനസ്സി, നിനക്ക് സുഖമാണോ? സുഖം തന്നെയാ. ഇതെന്താ പെട്ടെന്ന്? നാട്ടിൽ പോകുമായിരുന്നു, ഒരു തവണ ഒന്ന് കാണാനായിട്ട് വന്നേ. ഇത്രയും കാലം നിന്റെ ഡെസ്ക്ടോപ്പിന്റെ വാൾപേപ്പർ ആയിട്ടിരുന്നവള് ഇപ്പോ നിന്റെ ലൈഫിന്റെ കവർ പേജായി മാറാൻ പോവല്ലേ? വെങ്കടേശ, നീ എന്താ പ്രതീക്ഷിക്കുന്നേ? വീട്ടിലേക്ക് വരുന്ന കുട്ടിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഹായ് ഫ്രണ്ട്സ്, എന്റെ ഫ്രണ്ടിന്റെ കല്യാണം പറഞ്ഞില്ലേ, അതിനു വേണ്ടി ഞങ്ങൾ തുണിയെടുക്കാൻ വന്നിരിക്കുക. പക്ഷെ എനിക്കെപ്പോ കല്യാണം അറിയില്ല. സുബ്രഹ്മണ്യോ, സുഖം തന്നെയല്ലേ? ഞാൻ ദുബായിലേക്ക് പോയതുകൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ നിന്നെ കോഴിയെ പിടിക്കുന്ന പോലെ പൊട്ടു വെച്ചതൊക്കെ ഇരിക്കട്ടെ. ശ്രീധന എന്താണെന്ന് പറയൂ. എന്നെ കെട്ടിച്ചു വിട്ട് ദൂരേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാ അച്ഛന്റെ ഭാരം കുറയുന്നു വിചാരിച്ചോ? നീ എങ്ങനെ മുളയ്ക്ക് ഭാരാവാ? നീ മാത്രമല്ല ലോകം. എന്റെ മരുമോൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. കണ്ടോ ചേച്ചി, സുഗുണയ്ക്ക് മാനസിയോട് എന്തൊരു സ്നേഹവും മണ്ണാങ്കട്ടിയൊന്നുമില്ല. അമ്മയില്ലാത്ത കുഞ്ഞല്ലേന്ന് സഹതാപം കൊണ്ട് ചെയ്യാ. അമ്മയില്ലാത്ത കുട്ടിയെ പോലെ കാണുന്നോണ്ട് എനിക്ക് അവരുടെ സ്നേഹം വേണ്ട. നിനക്ക് പകരം മാനസി ഞാൻ എന്റെ വയറ്റിൽ ചുമന്നിരുന്നെങ്കിൽ നന്നായിരുന്നേരെ. നിന്റെ ഉള്ളിൽ ഇത്രയും വിഷമമുണ്ടെന്നാ എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നേ. ഈ കല്യാണം നടക്കില്ല ചേട്ടാ. അവരോരോരുത്തരെയും ഉണ്ടയില്ലാണ്ട് ഇവിടുന്ന് വിടുള്ളൂ. ഉണ്ടയില്ല. എന്താണ് ഈ കാണിക്കുന്നത്? എന്തിനാ അവനെ അടിച്ചേ? അവിടെ ഞാൻ അടിച്ചതിനെ കല്യാണം നിർത്താനായിട്ട്